ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് തിരക്കിലായി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പുതിയൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. പുതിയൊരു മാസം, പുതിയൊരാഴ്ചയായി, ഒരു പുതിയ നല്ലൊരു മാർക്കറ്റ് ആവട്ടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ അപ്പൊ മന്ത്ലിയിലോട്ട് വരുമ്പോഴേക്കും എനിക്ക് ആക്ച്വലി, കാരണം പുതിയൊരു മാസമുള്ള, അപ്പോൾ അതുകൊണ്ട് മന്ത്ലി തുടങ്ങിയാൽ സ്റ്റാർട്ട് ചെയ്ത്. സോ മന്ത്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ മാസത്തെ മെയ് ക്യാൻഡിൽ അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ ക്ലോസ് ആയി. നല്ല റിജക്ഷൻ അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ആക്കണം. സോ എക്സ്പെക്ടിങ് ഈ മന്തും ബുള്ളിഷ് ആയിട്ട് തന്നെ പോകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം, നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും വാറിന്റെ ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്നുണ്ട് തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഹോപ്പ് ഫോർ ഗുഡ്. ഓക്കെ, സോ മന്ത്ലി ഞാൻ ബുള്ളിഷ് ആണ്, വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇവിടെ മന്ത്ലി കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇവിടെ ഒരു എഫിജി കിടപ്പുണ്ട് മന്ത്ലിയുടെ. സോ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രൈസ് ഇവിടെ നേരെ കയറി മേളിൽ പോയിട്ട് ഈ ഒരു ഹൈ സീറ്റായിട്ട് താഴത്തേക്ക് വന്ന് ഈ ഒരു ഫിജി ക്ലിയർ ചെയ്ത് അടുത്തൊരു ലെഗപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലാന്നാണെങ്കിൽ ആദ്യം തന്നെ ഒരു സെൽ ഡൗൺ നടന്ന ഒരു ഫീൽ വരും. കാരണം ഈ മന്ത്ലിക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്ത് സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒരു വിക്കൊന്നും നമുക്ക് സംഭവിക്കാത്ത സ്ഥിതിക്ക് തന്നെ പ്രൈസ് മേ ബി താഴത്തോട്ട് വന്ന് ഇത് എടുത്തിട്ട് പോകാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അതിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വീക്കിലിയുടെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്കിൽ നോക്കിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലിക്വിഡിറ്റി നമുക്ക് കാണുന്നില്ല. ആകെയുള്ളത് ഈ ഒരു ലിക്വിഡിറ്റി ആണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി ആണ് നമുക്ക് ആകെ 2 ലിക്വിഡിറ്റി നമുക്ക് കിടക്കുന്നത്. ഓക്കെ, സോ പ്രൈസ് മേ ബി ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നുള്ളത് ഡിപ്പെൻഡിംഗ് ഓൺ ഈ ആഴ്ചത്തെ NFP പോലെ ഇരിക്കും. ഓക്കെ, വെള്ളിയാഴ്ച NFP വന്നിട്ട് എങ്ങോട്ട് മാർക്കറ്റ് മൂവ് ആണുള്ള ഡയറക്ഷൻ കിട്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. വീക്കിലി ഒരു എക്സ്പെക്ടേഷൻ ഞാൻ നിൽക്കുന്നത്. സോ കംപ്ലീറ്റ് ഡിപ്പെൻഡിംഗ് ഓൺ NFP പോലെ ഇരിക്കും ഒരു ഡയറക്ഷൻ പ്രോപ്പർലി പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, NFP എങ്ങനെയായിരിക്കും, വീക്കർ ആയിരിക്കും, ഡോളറിനെ വീക്കൻ ചെയ്യോ സ്ട്രെങ്തൻ ചെയ്യോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടിരിക്കുന്നത്. കാരണം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുവാണ് നമുക്ക്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കും വെള്ളിയാഴ്ച NFP. അതനുസരിച്ചായിരിക്കും ഈ ആഴ്ചത്തെ ഒരു മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ള കറക്റ്റ് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നിലവിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് വീക്കിന് ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പുഷ് ഡൗൺ നമുക്ക് തിരിച്ചൊരു എന്താ പറയാ ഒരു പുൾ ബാക്ക് കിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കാൻ ഉണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലിയുടെ ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഡെയിലി ഓൾറെഡി ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് വന്ന് നിൽപ്പുണ്ട് നമുക്ക്, അല്ലെ, ഒരു ബ്രേക്ക് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടുന്നുള്ള എക്സ്പെക്ട് ചെയ്യാം. സോ ഇന്ന് ഈ മാർക്കറ്റ് ഈ ഒരു ദിവസം ഇങ്ങനെ ക്ലോസ് ആവുകയാണെങ്കിൽ, ഇവിടെ ഫീജ് ഇങ്ങനെ ലീവ് ചെയ്ത് ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് ഒരു പുൾ ബാക്ക് കിട്ടിയിട്ട് ഒരു ഡിപ്പെൻഡിങ് ആ ഒരു മാർക്കറ്റ് സൈഡിലോട്ട് നമുക്ക് അപ്പ് സൈഡിലോട്ട് പോകുന്ന കാര്യം എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഇന്നത്തേക്കുള്ള ദിവസത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഒരു മിക്സഡ് എക്സ്പെക്ടേഷൻ തന്നെയാണ്, എനിക്കൊരു മിക്സഡ് സെന്റിമെന്റ് ആണ് എനിക്കത് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ എന്നിരുന്നാൽ പോലും ഇന്നൊരു സെല്ലായിരിക്കും ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ. കാരണം ഏഷ്യയുടെ ഉള്ളിൽ തന്നെ 1 അവറിൽ തന്നെ ഒരു സ്ട്രോങ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏഷ്യ ഹൈ സ്ട്രോങ് ആക്കി ക്രിയേറ്റ് ചെയ്തെന്നാണ് എന്റെ ഒരു ഇത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു FIGI മിക്കവാറും നല്ലൊരു FIGI ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു FIGIയുടെ പ്രൈസ് കയറി വന്ന് ഇവിടുന്ന് നമുക്ക് വേണ്ട പ്രോപ്പർ റിയാക്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു സെൽസ് ആയിരിക്കും ഞാൻ മാർക്കറ്റിൽ കൂടുതലും ഇന്ന് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് എന്റെ നിലവിലുള്ളൊരു ഡയറക്ഷൻ. ഇന്നത്തേക്ക് ഒരു സെല്ലാണ് ഞാൻ നോക്കുന്നത്. ഇത് പ്രോപ്പർ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ ഈ സാധനം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 15 മിനിറ്റിലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ സെല്ല് എടുക്കത്തുള്ളൂ. ഈവൻ ബൈ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ നോക്കാം. കാരണം ഒരു പ്രോപ്പർലി ഒരു സൈഡ് എനിക്കൊരു ബയസ് കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാത്തൊരു സിനാരോ ഡിസിഷൻ ആയിട്ട് നിൽക്കുവാണ്. കറക്റ്റ് ഡിസിഷൻ എനിക്ക് മേക്ക് വേണ്ടി പറ്റില്ല എന്താണ് ബയസ്. സോ അതുകൊണ്ട് തന്നെ ആസ് ഓഫ് ടുഡേ എന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് മാർക്കറ്റ് എങ്ങോട്ട് ഒരു PO3 മൂവ്മെന്റ് എങ്ങോട്ട് തരുന്നുള്ള പോലെ ഇരിക്കും ഞാൻ ഇന്ന് ഒരു ഡയറക്ഷൻ പിടിക്കാൻ വേണ്ടി. സോ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം വൈകുന്നേരം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന്, മാർക്കറ്റിന്റെ എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ് വൈകുന്നേരം കാണാം. സോ ഇതുവരെ ബൈ.